അറിഞ്ഞതും കേട്ടതും സത്യമാവാതിരിക്കട്ടെ എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജെഫ്രീൻ ഫയൽ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്തിൽ നരനായാട്ടിന്റെയും പല ക്രൂര പീഡനത്തിന്റെയും സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് അവസാനം ലൈംഗിക കുറ്റാരോപണമായി മൺമറഞ്ഞുപോയ ജെഫ്രി എന്ന വിവാദനായകൻ കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും നടത്തി അതിന്റെ മറവിൽ പല നിഗൂഢ രഹസ്യങ്ങളും കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി ജെഫ്രി എപ്സ്റ്റീൻ. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം നോക്കിയാൽ എല്ലാം ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളും പല ശതകോടീശ്വരന്മാരുമാണ്. പക്ഷേ അതല്ല വിഷയം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഈ ഭീകരൻ പല പ്രമുഖർക്കും വേണ്ടി കുട്ടികളെ, പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ എത്തിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് പല അസന്മാർഗ പ്രവർത്തികളും ചെയ്യുന്നതിൽ വിവാദം സൃഷ്ടിച്ച ഇയാൾ മൺമറഞ്ഞു പോയിട്ടും ആ കേസ് പിന്നീട് തെളിയിക്കപ്പെടാൻ വേണ്ടി ഒത്തിരി പേര് ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമാവുന്ന ശ്രമമാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ അടുത്ത് അതെല്ലാം പുറം ലോകത്ത് എത്തിയിരിക്കുകയാണ്. വിവാദമായ ഈ കേസിന്റെ ഡയറിക്കുറിപ്പുകൾ പലതും മറച്ചുവെച്ചെങ്കിലും അതിൽ ഉള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ കടത്തിയെന്ന പേരിലാണ് ഇയാൾ ആദ്യമായി അറസ്റ്റിലാവുന്നത്. പല പ്രമുഖർക്കും ഇയാൾ കാഴ്ചവെക്കുന്നത് പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളെയാണ്. പല രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യക്കടത്തുകൾ ചെയ്ത് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ എത്തിച്ച് പ്രമുഖർക്ക് കാഴ്ചവെക്കുന്ന ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഈ വിവാദനായ മരണത്തിന് മുമ്പേ കുറച്ച് കുറ്റസമ്മതം നടത്തുന്ന രംഗങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവസാനം ജെഫ്രി എപ്സ്റ്റീൻ ജയിലറയിൽ തന്നെ മരിച്ചു വീഴുന്ന ഒരു അംഗവും ഉണ്ടായി. ഇത് വളരെ സംശയാസ്പദമാണ്. അദ്ദേഹം അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സ്ഥിതിയാണ് കാണുന്നത്. പോലീസ് അധികൃതർ പറയുന്നത് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത് എന്നാണ്. പക്ഷേ അവിടെയും ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് താരം മൈക്കിൾ ജാക്സൺ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വൈൻസ്റ്റീൻ എന്നീ പല പ്രമുഖരും ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത, ഇദ്ദേഹം പ്രായം നിലനിർത്താൻ വേണ്ടി ഈ കുഞ്ചുമക്കളെ എല്ലാം നരബലി ചെയ്യുകയും അതിനുശേഷം ആ മാംസം ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലൈംഗിക ചൂഷണം ചെയ്യുന്നതുവരെ പല കുട്ടികളുടെയും ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പല കുട്ടികളാണ് തെളിവ് സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നതും പലരും ഭീതിജനമായ ആ രംഗങ്ങൾ വിവരിക്കാൻ തന്നെ പേടിച്ചിട്ടാണ് നിൽക്കുന്ന സാഹചര്യം കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ലൈംഗിക അടിമകളിൽ ഇത്രകാലം മൂടപ്പെട്ടിരുന്ന ജെഫ്രിന്റെ പല നിഗൂഢ രഹസ്യങ്ങളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തു വന്നാൽ കുടുങ്ങുന്നത് പല പ്രമുഖർ ആണെന്ന ഒരു സത്യാവസ്ഥ കുടുങ്ങിയിരിക്കുന്നു. തന്റെ സൗന്ദര്യം നിലനിർത്തുവാൻ വേണ്ടി പല കുട്ടികളെയും ഇദ്ദേഹം ഭക്ഷിച്ചതായിട്ട് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ഗവൺമെന്റ് കയ്യേറിയിരിക്കുകയാണ്. ഇത്രകാലം മൂടപ്പെട്ട് കിടന്നിരുന്ന ഈ സംഭവവികാസങ്ങൾ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അത്രയ്ക്കും പ്രഷർ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പല രഹസ്യങ്ങളും ചുരുളയുന്നത്. ഇദ്ദേഹത്തിന്റെ ബംഗ്ലാവ്